ഈ IPL-ലെ എല്ലാവരും ഉറ്റുനോക്കുന്ന മത്സരങ്ങൾ ഏത് താരത്തിൻ്റെതാവാം. ഏറ്റവും കൂടുതൽ ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ആര് ക്രീസിൽ ഇറങ്ങുമ്പോഴാവാം. ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടുന്നത് ഏത് താരത്തിൻ്റെ ചലനങ്ങൾക്കാവാം. ഏറ്റവും കൂടുതൽ ആളുകൾ വികാര വായ്പോടെ കാണാൻ പോകുന്നത് ഏത് താരത്തിൻ്റെ ഗ്രൗണ്ടിലെ ഗോൾഡൻ മൊമെൻറ്റുകൾക്കാവാം. ഉത്തരം ഒന്നേയുള്ളൂ, ദി വൺ ആൻഡ് ഓൺലി തല മഹേന്ദ്ര സിംഗ് ധോണി. 19ാം സീസണിലേക്ക് കടക്കാനിരിക്കുന്ന IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ താരമായ, ഇതിഹാസമായ, ഏറ്റവും മികച്ച ക്യാപ്റ്റനായ മഹേന്ദ്ര സിംഗ് ധോണി ഈ IPL-ൽ എത്ര മത്സരങ്ങൾ കളിക്കും? ഇനിയൊരു സീസണിലേക്ക് വീണ്ടും ഡെഫിനറ്റ്ലി നോട്ട് എന്ന് റിട്ടയർമെൻറ്റ് റൂമറുകളോട് പ്രതികരിച്ചതുപോലെ ഒരിക്കൽ കൂടി ധോണി വരാനിരിക്കുന്ന സീസണും കഴിഞ്ഞ് അടുത്ത സീസണിലേക്കും പടർത്തുമോ തൻ്റെ ലെഗസി? സഞ്ജു സാംസൺ ടീമിലെത്തിയതോടെ തൻ്റെ റോൾ ഇവിടെ അവസാനിപ്പിക്കാനുള്ള മാനസികാവസ്ഥയിലായിരിക്കുമോ ദി ഗ്രേറ്റ് മഹേന്ദ്ര സിംഗ് ധോണി? നമുക്ക് നോക്കാമെന്ന് തോന്നുന്നു. എന്താവാം തലയുടെ IPL ഭാവി? ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ 2026 സീസൺ ആരംഭിക്കാൻ പോവുകയാണ്. സത്യത്തിൽ ഇതിനകം തന്നെ ഏറ്റവും കൂടുതൽ ആരാധകർ കാത്തിരിക്കുന്നത് MS ധോണിയുടെ ബാറ്റിംഗ് കാണാൻ തന്നെയാണ്. ധോണി ഇറങ്ങാൻ വേണ്ടി വിക്കറ്റ് പോയാലും വേണ്ടില്ല എന്ന മട്ടിൽ ആരാധകർ പ്രാർത്ഥിച്ചിരുന്ന സീസണുകളായിരുന്നു കഴിഞ്ഞ തവണയെല്ലാം നമ്മൾ കണ്ടത്. പലപ്പോഴും രവീന്ദ്ര ജഡേജ പുറത്താവുമ്പോൾ കാണികൾ സന്തോഷ ആരവം മുഴക്കിയത് ജഡേജയെ തന്നെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു ഒരു ഘട്ടത്തിൽ. കാരണം അത്രയും ആരാധകർ കാത്തിരിക്കുന്നത് നായകൻ്റെ ഇൻട്രൊഡക്ഷന് വേണ്ടിയാണ്. ശരിക്കും ഒരു മാസ് രജനീകാന്ത് പടം കാണുന്നത് പോലെ ആവേശം നിറഞ്ഞതായിരുന്നു ധോണി 7-മനായോ 8-മനായോ ഇറങ്ങുന്ന ആ ഒരു സമയം വരെയുള്ള 4-5 സീസണുകളിലായുള്ള ചെന്നൈയുടെ IPL മത്സരങ്ങൾ. നായകന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് തുടക്കം മുതൽ. തുടക്കത്തിൽ നമ്മൾ രജനിയുടെ സിനിമകളൊക്കെ കാണുന്നത് പോലെ സൂപ്പർ സ്റ്റാർ രജനി എന്ന പേരിനൊപ്പം വരുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരുങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോമാഞ്ചമുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ തിയേറ്ററിൽ നിന്ന് ചാർജ് ആകുന്നു. പിന്നെ രജനിയുടെ അപ്പിയറൻസിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. സ്ക്രീനിൽ നായിക വന്നാലും വില്ലൻ വന്നാലും സഹതാരം വന്നാലും ഒക്കെ നമ്മൾ കാത്തിരിക്കുന്നത് രജനീകാന്തിൻ്റെ ഇൻട്രൊഡക്ഷൻ സീനായിരിക്കും. തലൈവ എപ്പോൾ വരുമെന്ന കാത്തിരിപ്പ്, പുഷ്പവൃഷ്ടി അർപ്പിക്കാനും പാലഭിഷേകം ചെയ്യാനും മനസ്സിലൊരായിരം ആവേശത്തിൽ തലൈവർക്ക് ആർപ്പുവിളികൾ അർപ്പിക്കാനും നമ്മളൊക്കെയും ആ സമയത്ത് കാത്തിരിക്കും. ഒടുവിൽ ഞാൻ എപ്പോൾ വരുവേ എപ്പടി വരുമെന്ന് യാർക്കും തെരിയാതെ അന്ന വരുവേണ്ടിയ നേരത്തിൽ കറക്റ്റാ വരുവേൻ എന്ന് പറഞ്ഞുകൊണ്ട് ഗൂസുമം മൊമെൻറ്റുകളുടെ മായിക ലോകം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു മാസ് രജനി വരവുണ്ടാകും. ആണ്ടവൻ സൊല്ലുവ, അരുണാചലം മുടിക്കവ, ഇങ്ങനെയുള്ള നായകൻ്റെ പഞ്ച് ഡയലോഗുകൾ, അങ്ങനെയുള്ള ഇൻട്രൊഡക്ഷൻ. കഴിഞ്ഞ സീസണുകളിലെല്ലാം ഇതേപോലെ തന്നെയാണ്. വ്യൂവർഷിപ്പ് 10 മടങ്ങ് കൂടിയ മത്സരങ്ങൾ എടുത്തു നോക്കിയാൽ മാത്രം മതി IPL-ൽ ഒരറ്റത്ത് ബാറ്റുമായി ധോണി വിളങ്ങി നിൽക്കുന്നുണ്ടാകും. അപ്പോൾ ധോണിയുടെ അവസാന മൊമെൻറ്റുകൾ കാണാൻ മാത്രമായി തിക്കും തിരക്കും കൂട്ടുന്ന ആരാധകരെ നമ്മൾ കഴിഞ്ഞ സീസണുകളിലൊക്കെയും കണ്ടിട്ടുണ്ട്. ധോണിയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യപ്പെടുമ്പോൾ കഴിഞ്ഞ സീസണുകളിലെല്ലാം ചെന്നൈയുടെ തോൽവികൾ പലപ്പോഴും ചർച്ചയാകാതെ പോയിട്ടുണ്ട്. പലപ്പോഴും ബാറ്റിംഗ് ഓർഡറിൽ വൈകി ഇറങ്ങുന്ന ധോണിയുടെ ശൈലി ടീമിൻ്റെ തോൽവികൾക്ക് ഒരു കാരണമായി മാറുകയും ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴും മറ്റുള്ളവർക്ക് ജയിപ്പിക്കാമായിരുന്നില്ലേ എന്ന ചോദ്യം അവിടെ പ്രസക്തമായിരുന്നു. എന്നാൽ ഇക്കുറി എന്താ സ്ഥിതി? പ്രത്യേകിച്ചും ധോണിയുടെ പകരക്കാരൻ എന്ന ലേബലിൽ സഞ്ജു സാംസൺ രാജസ്ഥാനിൽ നിന്നും ഇവിടെ എത്തിയ ഈ വേളയിൽ ധോണിയുടെ റോൾ എന്താവും എന്നത് വലിയൊരു ചർച്ചാ വിഷയമാണ്. ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ ഈ സീസണോടെ ധോണി വിരമിക്കൽ പ്രഖ്യാപിക്കാനാണ് എല്ലാ സാധ്യതയും ഉള്ളത്. നമ്മളിത് 3-4 സീസണുകളായി ഇങ്ങനെ തന്നെ പറയാറുണ്ട്, ഇങ്ങനെ തന്നെ കരുതാറുണ്ട്. പക്ഷേ ഒന്നും സംഭവിക്കാറില്ല. പതിവ് പോലെ അദ്ദേഹം ഓരോ സീസണിലും CSKയുടെ മഞ്ഞക്കുപ്പായത്തിൽ ഇറങ്ങാറുമുണ്ട്, നമ്മൾ കാണാറുമുണ്ട്. പ്രായവും ഫിറ്റ്നസ് പ്രശ്നങ്ങളും എല്ലാം അലട്ടിയിട്ടും 44-കാരനായ ധോണി ഇപ്പോഴും കളി തുടരുകയാണ്. പക്ഷേ ഇക്കുറി പക്ഷേ അങ്ങനെ ആവില്ല എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. കാരണം CSK ഇത്തവണ ഒരു ശക്തമായ താരനിരയുമായിട്ടാണ് ഇറങ്ങുന്നത്. അവസാന സീസണിലെ വിടവുകൾ നികത്താൻ ഇത്തവണ CSKക്ക് സാധിച്ചിട്ടുണ്ട്. രവീന്ദ്ര ജഡേജയും സാം കർണും CSK വിട്ടപ്പോൾ പകരം സഞ്ജു സാംസനെ CSK സ്വന്തമാക്കിയിട്ടുണ്ട്. ഇത്തവണ സഞ്ജുവിൻ്റെ വരവും ലോകകപ്പിലെ സമീപകാല ഫോമുമൊക്കെയും CSKയുടെ പ്രതീക്ഷ വാനോളം ഉയർത്തുന്നുണ്ട്. അതിനൊപ്പം ഡെവാൽ ബ്രേവിസ്, ആയുഷ് മാത്രെ, സർഫറാസ് ഖാൻ, ഉർവിൽ പട്ടേൽ തുടങ്ങി ഇവരെല്ലാം CSKയുടെ ബാറ്റിംഗ് നിരയിൽ ഇപ്പോൾ ഉണ്ട്. ശിവൻ ദുബെ T20 ലോകകപ്പിൽ കിടിലൻ പ്രകടനം നടത്തിയതും CSKയുടെ കരുത്ത് ഈ സീസണിൽ ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഈ സീസണിൽ കിരീടത്തോടെ ധോണിക്ക് പടിയിറങ്ങാൻ സാധിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ധോണിയുടെ കാര്യമെടുത്താൽ സത്യകഥ എന്തെന്നാൽ ഇടയ്ക്ക് ചില മിന്നും ക്യാമിയോകളൊക്കെ കഴിഞ്ഞ സീസണുകളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് പ്രകടനമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ഒരു ബാറ്റിംഗ് പ്രകടനം, നമ്മൾ ഓർത്തുവെക്കുന്ന ബാറ്റിംഗ് പ്രകടനത്തിൽ ഇപ്പോൾ ഇടിവുണ്ടായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സത്യം. പഴയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഫിനിഷറായി മത്സരം ജയിപ്പിക്കുന്ന ധോണിയിൽ നിന്നും മാറി ഒരു വാലറ്റക്കാരൻ പിഞ്ച് ഹീറ്ററിലേക്ക് ധോണിക്ക് പരിണാമം സംഭവിച്ചിരിക്കുന്നു എന്നതാണ് നമ്മൾ കഴിഞ്ഞ സീസണുകളിലൊക്കെയും കണ്ടത്.
8ാം നമ്പറിലാണ് അദ്ദേഹം കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി ഇറങ്ങാറുള്ളത്. വളരെ കുറച്ച് പന്തുകളിൽ അതിവേഗം സ്കോർ ചെയ്യുക എന്നതാണ് ധോണിയുടെ ഇപ്പോഴത്തെ റോൾ. പക്ഷേ ഈ ഫിനിഷർ റോളിൽ അദ്ദേഹം എപ്പോഴും തിളങ്ങണമെന്നുമില്ല. കാർത്തിക് ശർമ്മ, ദൂബെ എന്നിവരെ പോലുള്ള ഹാർഡ് ഹിറ്റേഴ്സ് ഇപ്പോൾ ടീമിലുണ്ട് താനും. അപ്പോൾ ധോണി വിരമിച്ചാൽ പകരം അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം ആരെന്നതായിരുന്നു കഴിഞ്ഞ വർഷം വരെ CSKയെ കുഴപ്പിച്ചിരുന്ന ഒരു ചോദ്യം. എന്നാൽ ഇപ്പോൾ അവർക്ക് അതിനൊരു കൃത്യമായ ഉത്തരമുണ്ട്. സഞ്ജു സാംസൺ. ധോണിയുടെ പകരക്കാരനായി അദ്ദേഹത്തെക്കാൾ മികച്ചൊരു താരത്തെ ചെന്നൈക്ക് ലഭിക്കാനില്ല എന്നതാണ് സത്യം. കളി മികവ് കൊണ്ടും ആരാധക പിന്തുണ കൊണ്ടും മഹേന്ദ്ര സിംഗ് ധോണിയേക്കാൾ ഒട്ടും പിന്നിലല്ല സഞ്ജുവും. അതിനാൽ ധോണി വിരമിച്ചാൽ ചെന്നൈയുടെ പുതിയ പോസ്റ്റർ ബോയും സഞ്ജു തന്നെയായിരിക്കും. അതിനാൽ ഈ സീസണിന് ശേഷം ഒരുപക്ഷെ ഈ സീസണിൻ്റെ പകുതിയിലോ ധോണി തൻ്റെ ബാറ്റൺ സഞ്ജുവിന് കൈമാറിയേക്കും എന്ന് തന്നെയാണ് പുറത്തു വരുന്ന സൂചനകൾ. ഫോമും അതുപോലെ ഫിറ്റ്നസ്സുമെല്ലാം തനിക്ക് അനുകൂലമാണെങ്കിൽ മാത്രമാണ് ഈ സീസൺ മുഴുവനും മഹേന്ദ്ര സിംഗ് ധോണി കളിക്കാനിടയുള്ളൂ. അതിനൊപ്പം ധോണിയും ഏതാണ്ട് ഈ ഒരു സാധ്യത അംഗീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. രാജസ്ഥാൻ റോയൽസിൻ്റെ നായകസ്ഥാനം അടക്കം ഉപേക്ഷിച്ചാണ് സഞ്ജു CSKയിലേക്ക് എത്തിയിരിക്കുന്നത്. തന്നെ വളർത്തി വലുതാക്കിയ രാജസ്ഥാൻ വിട്ട് സഞ്ജു ഇത്തരമൊരു കൂടുമാറ്റം നടത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. MS ധോണി തന്നെയായിരുന്നു ഇത്ര കാലവുമുള്ള CSKയുടെ ഫാൻ ബേസിൻ്റെ അടിത്തറ. ധോണി വിരമിക്കുമ്പോൾ തീർച്ചയായും ആരാധകരിൽ ആവേശം ഉയർത്താൻ സാധിക്കുന്ന ഒരു ക്രൗഡ് പുള്ളറായ താരത്തെ CSKയ്ക്ക് ആവശ്യമാണ് എന്ന നിലവിൽ അതിന് ഏറ്റവും കൂടുതൽ സാധിക്കുക സഞ്ജുവിന് തന്നെയാണ്. മലയാളി താരമായ സഞ്ജു ഇന്ന് ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ ഒരു വികാരമാണെന്ന് നമുക്കറിയാം. T20 ലോകകപ്പിൽ കിടിലൻ പ്രകടനത്തോടെ സഞ്ജുവിൻ്റെ ആരാധക പിന്തുണ ഇരട്ടിയായി മാറുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ധോണിയെപ്പോലെ വിക്കറ്റിന് പിന്നിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന താരം കൂടിയാണ് സഞ്ജു സാംസൺ. മിന്നൽ വേഗത്തിലുള്ള സ്റ്റംപിങ്ങും ഡൈവിംഗ് ക്യാച്ചുകളും എല്ലാം സഞ്ജുവിൻ്റെ കയ്യിൽ ഭദ്രമാണ് താനും. ധോണിയുടേതിന് സമാനമായ പെരുമാറ്റവും സഞ്ജുവിൻ്റേതുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. മതിമറന്നുള്ള ആഹ്ലാദമോ വൈകാരിക പ്രകടനങ്ങളോ സഞ്ജു കളത്തിൽ കാട്ടാറില്ല. ഒരു മിസ്റ്റർ കൂൾ തന്നെയാണ് സഞ്ജു സാംസണും. അപ്പോൾ ലോകകപ്പ് പഠിച്ച് നമുക്കറിയാം ഗ്രൗണ്ടിൽ ഹാർദിക് പാണ്ഡ്യയും സംഘവും ഡാൻസ് ചെയ്ത് ആഘോഷിക്കുമ്പോൾ സഞ്ജു ഒരു സൈഡിൽ ഇരുന്നു കൊണ്ട് ഹർഷ ബോഗ്ലെയ്ക്കൊപ്പം റിലാക്സ് ചെയ്യുന്ന വീഡിയോ ആ സമയത്ത് വൈറലായിരുന്നു. അതായത് ഇരുവരുടെയും സ്റ്റൈലുകളിൽ എന്തൊക്കെയോ സാമ്യതകളുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. ഒരുപക്ഷെ വരുന്ന 5 സീസണുകളിലേക്കെങ്കിലും CSKയുടെ മുഖമായി സഞ്ജു വിശ്വനാഥ് സാംസൺ മാറിയേക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ഇത് തന്നെയാവും ഒരുപക്ഷെ ധോണിയും ആഗ്രഹിക്കുന്നത്. രാജസ്ഥാനിൽ നിന്നും ചെന്നൈയിലേക്ക് ചേക്കേറിയ സഞ്ജു സാംസന്റെ നിരവധി വരവറിയിക്കൽ വീഡിയോകൾ ഇതിനകം തന്നെ ചെന്നൈ തങ്ങളുടെ ഇൻസ്റ്റാ ഹാൻഡിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുടെയും ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. ധോണിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അതേ പരിഗണന തന്നെ CSK സഞ്ജുവിന് നൽകുന്നുമുണ്ട്. അപ്പോൾ ധോണിക്കൊപ്പമുള്ള സഞ്ജുവിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയും വലിയ രീതിയിൽ വൈറലായിരുന്നു. ചുരുക്കത്തിൽ ധോണിക്ക് കിട്ടിയിരുന്ന സ്നേഹവും ബഹുമാനവും ആരാധനയും ആദരവും ഒക്കെ സഞ്ജുവിലേക്ക് വഴിമാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് വരും സീസണുകളിൽ. ഇനി ധോണി ഈ പ്രാവശ്യം വിരമിക്കുകയാണെങ്കിൽ തീർച്ചയായും അതൊരു ചരിത്രത്തിൻ്റെ തന്നെ അവസാനമായിരിക്കും. കാരണം CSK ഒരു ബ്രാൻഡായി മാറിയത് തന്നെ മഹേന്ദ്ര സിംഗ് ധോണിയുടെ ചിറകിലേറിയാണ്. മഹേന്ദ്ര സിംഗ് ധോണിയും ചെന്നൈ എന്ന നഗരവും ഏതാണ്ടൊരു 3-4 വർഷം മുമ്പ് മഹേന്ദ്ര സിംഗ് ധോണി IPL സീസണിന് മുൻപായി ചെന്നൈയിലെ ഹോം ഗ്രൗണ്ടിൽ പരിശീലനത്തിന് ഇറങ്ങിയപ്പോൾ സ്റ്റേഡിയത്തിന് പുറത്തും വിസിൽ വിളിച്ചും ആർപ്പ് വിളിച്ചും തങ്ങളുടെ പ്രിയ നായകനെ കാണാനെത്തിയത് 10,000-ങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസ് കാണാൻ മാത്രമായി. ഓരോ ദിവസവും തങ്ങളുടെ പ്രിയതാരം ധോണി പരിശീലിക്കുന്നത് കാണാൻ വേണ്ടി മാത്രമായി വരുന്ന 10,000-കണക്കിന് ക്രിക്കറ്റ് പ്രേമികൾ. ഡേ ഹാഡ് ഫാൻസ്. അവർ അയാളെ അത്രയും അങ്ങ് സ്നേഹിച്ചിരുന്നു. അയാളുടെ ബാറ്റിൽ നിന്നും ഹെലികോപ്റ്റർ ഷോട്ടുകളും ബോളറെ ഇല്ലാതാക്കുന്ന പടുകൂറ്റൻ സിക്സറുകളും എല്ലാം ഗാലറിക്കപ്പുറം പായുമ്പോൾ അവരൊക്കെയും തങ്ങളുടെ തലയ്ക്കു വേണ്ടി ആവേശ തിരമാലകൾ ഉതിർത്തിരുന്നു. ആ സമയത്ത് കൗതുകം നിറഞ്ഞ ചർച്ചകളിൽ ഒന്നുകൂടി ഉണ്ടായിരുന്നു. അങ്ങ് ജാർഖണ്ഡിലെ റാഞ്ചി സ്വദേശിയായ മഹേന്ദ്ര സിംഗ് ധോണി ഇങ്ങ് ചെന്നൈയിൽ തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയാൽ പുഷ്പം പോലെ ജയിക്കും. കാരണം അത്രയും ജനസമ്മതി ഉണ്ടല്ലോ അദ്ദേഹത്തിന് എന്ന ചർച്ചകൾ നമ്മളതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. IPL 13ാം സീസണിലായിരുന്നു ധോണിയുടെ ആ വാക്കുകൾ, ഡെഫിനറ്റ്ലി നോട്ട് എന്ന ആ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയത്. ദുബായിൽ വെച്ച് നടന്ന ആ IPL 13ാം സീസൺ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുരന്തമായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി നോക്കൌട്ടിൽ പോലും എത്താതെ ചെന്നൈ പുറത്താവുകയായിരുന്നു ആ സീസണിൽ. ധോണിയുടെ പ്രായാധിക്യം വന്ന ശരീരഭാഷ ഒരു തോറ്റ പടനായകൻ്റേതായിരുന്നു എന്ന വിമർശനങ്ങളും അന്ന് വരികയുണ്ടായി. ആ സമയത്താണ് ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് പഞ്ചാബ് കിങ്സ് മത്സരത്തിന് മുന്നോടിയായുള്ള ടോസിങ്ങിൻ്റെ സമയത്ത് സൂപ്പർ കിങ്സ് ജേഴ്സിയിൽ ഇത് തങ്ങളുടെ അവസാന മത്സരമാകുമോ എന്ന് അവതാരകൻ ഡാനി മോറിസൺ CSK ക്യാപ്റ്റനായിരുന്ന ധോണിയോട് ചോദിച്ചത്. ആ സമയത്താണ് നേർത്തൊരു ചിരിയോടെ ധോണിയിൽ നിന്നും ആ 2 വാക്കുകളും ചേർത്ത മറുപടി പറഞ്ഞത്, ഡെഫിനറ്റ്ലി നോട്ട്. അത് കഴിഞ്ഞ് പിന്നെയും 5 സീസണുകളിൽ ധോണി കളിക്കാൻ ഇറങ്ങി എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ലെഗസി. അവസാനമായി ഇനി ഇത് ധോണിയുടെ അവസാന സീസണാണെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിൽ തെളിയുന്ന വൈകാരികമായ ചില നിമിഷങ്ങളുണ്ട്. 2011 വാങ്കഡയിൽ ലോകകപ്പ് ഫൈനലിൽ ആ സിക്സർ പറത്തിക്കൊണ്ട് ആകാശം നോക്കി നിർവികാരതയോടെ നിൽക്കുന്ന മഹേന്ദ്ര സിംഗ് ധോണിയുടെ മുഖം തന്നെയാവണം ഈ നൂറ്റാണ്ടിലെ ഏതൊരു ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമിയുടെയും, അതിപ്പോൾ ഇഷ്ടക്കാരനായാലും അല്ലെങ്കിലും അവരുടെ മനസ്സിൻ്റെ ഓർമ്മത്താളിൽ തങ്ങി നിൽക്കുന്ന ചിത്രങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നതൊരിക്കലും ഒരു അതിശയോക്തിയാവില്ലെന്ന് നമുക്കറിയാം.
ധോണി ഫിനിഷസ് ഓഫ് ഇൻ സ്റ്റൈൽ എന്ന ആ വാക്കുകൾ ഇന്നും നമ്മുടെ ചെവിയിൽ മുഴങ്ങുന്നത് നമുക്കറിയാം. സച്ചിൻ പുറത്തായാൽ ടി വി ഓഫ് ചെയ്തിരുന്ന ഒരു ജനതയെ താൻ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ടി വി ഓൺ ചെയ്യുവാൻ പ്രേരിപ്പിച്ചവനാണ് ഈ റാഞ്ചിക്കാരൻ എന്നും നമുക്കറിയാം. ഒരു ഘട്ടത്തിലും 1% പോലും വിജയസാധ്യത ഇല്ലാത്ത ഒരു മത്സരത്തിൽ ഒരറ്റത്ത് ധോണി ഉണ്ടെങ്കിൽ ആ മത്സരം ഒരിക്കലും അവസാനിച്ചിട്ടില്ലെന്ന് കരുതിയിരുന്നവരായിരുന്നു ആരാധകരും എതിരാളികളും എന്ന് നമുക്കറിയാം. ആ മനുഷ്യൻ കളി മുഴുവനായും നിർത്തുമ്പോൾ തീർച്ചയായും കണ്ണീരണിയാത്തവർ ഉണ്ടാവില്ലെന്നും ഉറപ്പാണ്.